ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിന്. നമുക്കൊരു കല്യാണം ഉണ്ടായിന്, വയനാട്ടിലാണ്. അപ്പം കുളിയൊക്കെ കഴിച്ചു വേഗം നിസ്കാരം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ജിംഷിഖാൻ്റെ ഉപ്പാൻ്റെ നാടാണ് കേട്ടോ വയനാട്. അവിടെ ഫാമിലി മൊത്തം അവിടെയാണ്. അവിടെ ഇതുപോലെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അളിയൻ്റെ കാറിലാണ് പോക്ക്. സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും, അതുപോലെ മക്കളുണ്ടാവും. ബൈക്കിൽ പോകാൻ പറ്റുന്നവരൊക്കെ ബൈക്കിൽ പോവും, പിന്നെ നമ്മളിങ്ങനെ കാറിലും അങ്ങനെയൊക്കെയാണ് പോവൽ. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇവർ സിസ്റ്റേഴ്സൊക്കെ തിരുവണ്ണൂരിലാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടേക്ക് പോകണം. അവിടെയാണ് എല്ലാവരും പുറപ്പെടാനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഓട്ടോ കിട്ടോ എന്തോന്നൊന്നും അറിയില്ല. മഴയും ചാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ റോഡിലേക്ക് കയറിയപ്പം ഒറ്റ ഓട്ടോയും ഇല്ല, ഒക്കെ ബൈക്കാണ്. അത് നേരായിട്ടാണോ എന്തോന്ന് അറിയില്ല. നേരിട്ട് ബസ്സില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നേരിട്ട് ബസ് അങ്ങോട്ട് പോകില്ല. ഇവിടുന്ന് 2 ബസ്സൊക്കെ കയറണം, പിന്നെ ഓട്ടോ ആണ് ഏറ്റവും നല്ലത് അങ്ങോട്ടേക്ക്. അപ്പം ഓട്ടോ ഒന്നും കാണാതെ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. മോനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ കുറേ കൈയാട്ടി നോക്കി, ആരും ചിലതൊക്കെ പോകുന്നുണ്ട്, അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പെങ്ങളെ 2 നാത്തുമാരെ മക്കൾ വന്ന് നമ്മളങ്ങോട്ട് പിക്ക് ചെയ്തിട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ എനിക്ക് അങ്ങനെ കയറുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വയനാട്ടിലെത്തിയിട്ട് ചുരം കയറാണിപ്പോൾ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു പോണത്. ഞങ്ങൾക്ക് ഇവരെ കൂടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നല്ല, ബസ്സിലൊന്നല്ല, അവർ അളിയുണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ നല്ലൊരിതല്ലേ. അതിൻ്റെ ഇടയിൽ ഇവർക്ക് 2 ഛർദ്ദിക്കുന്ന ആൾക്കാരാണ്. അത് എപ്പോഴുള്ളൊരു പതിവ് തന്നെ കേട്ടോ. നമ്മൾ എപ്പോൾ വയനാട്ടിൽ പോയോ ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ കുറേ ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ യാത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വയറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് ദോശയൊക്കെ കഴിച്ചു, പിന്നെയും പുറപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമുക്ക് വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉണ്ടായാൽ ഒരു ട്രിപ്പ് പോണ ഒരു ഫീലാണ് ഉണ്ടാവുക. നല്ല രസമാണ്. അളിയൻ്റെ കാറിലിരുന്ന് എല്ലാം നമ്മൾ നല്ലോണം സഹിക്കും കേട്ടോ. എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായാലും എവിടെ ആണെങ്കിലും കാറ് നിർത്തി തരാനും എല്ലാത്തിനും നമ്മൾ എന്തൊക്കെ പറയണോ ആ കാറിൽ അതൊക്കെ കേട്ട് ഇതാക്കാനൊക്കെ ഭയങ്കര പാവം ക്ഷമയുള്ള ആൾ തന്നെയാണ്. നല്ല രസമാണ് ആ യാത്ര കേട്ടോ, മാഷാ അല്ലാഹ്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ചാറ്റൽ മഴയും പിന്നെ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കോടൊക്കെ ആയിട്ട് കുരങ്ങന്മാർ, ചെറിയ ചെറിയ കുട്ടി കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾക്ക് അവിടെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ നമുക്ക് ഫുഡൊക്കെ അവർ കരുതിയിട്ടുണ്ട്. പൊറോട്ടയും നല്ല കോഴിക്കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും പോയിട്ടോ, വീട്ടിലെല്ലാവരും മാറ്റിയിട്ട് പോയിക്കും. നമുക്ക് ഫുഡൊക്കെ എടുത്തുതന്ന് ചായയൊക്കെ എടുത്തു തന്നിട്ട് അവർ പോയി ഹോളിലേക്ക് പോയിട്ടാണ്. നമ്മൾ പിന്നെ അവിടെ ഫ്രഷ് ആവാൻ നിന്ന്. ഇത്താത്തമാർ 2 മക്കളും ഛർദ്ദിച്ച ആവശ്യമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവർ ഒന്ന് ഉഷാറായി. പിന്നെ ഒന്ന് അവിടെയൊക്കെ ഫ്രഷ് ആവാൻ നിൽക്കാണ്ട് എല്ലാവരും. ഫാത്തിമ വരുമ്പം നല്ല നോർമൽ ഡ്രസ്സായിരുന്നു ഇട്ടത്. ഇപ്പോൾ പാർട്ടി വെയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി കോസ്റ്റ്യൂമായിട്ട് ആളത്. അതിനനുസരിച്ച് ചെരുപ്പും എന്താ പറയുക, ആ മുടിമേലിടുന്ന ആ ടിക്ടിക്കും ഒക്കെ അടിപൊളിയായിരുന്നു. അവരെ വീട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഫ്രഷൊക്കെ ആയി. എൻ്റെ മോനും പിന്നെ ഇത്താൻ്റെ മോനും നേരെ ഹോളിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ വേഗം വീടൊക്കെ പൂട്ടി ഹോളിലേക്ക് എത്തിട്ടോ. നല്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതാണ് ഹോള്. എനിക്ക് തോന്നുന്നു ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അധികം നേരമൊന്നും വൈകിട്ടില്ല കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ സംഭവം. അപ്പം നമ്മൾ വേഗം ഹോളിലേക്ക് കയറിയപ്പം പിന്നെ നമുക്ക് നല്ല ചൂടുള്ള കോഫിയാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഹോളിൽ അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല. പെൺകുട്ടി കല്യാണ പെണ്ണ് ഫോട്ടോഷൂട്ടിനോ അങ്ങനെ എന്തൊക്കെയോ പോയിക്കുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ കല്യാണ പെണ്ണ്. 3 പെൺകുട്ടികളാണ് ഇവർ. മൂത്താളാണ്. പിന്നെ ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ അവരെല്ലാവരും. ഉമ്മ ഉപ്പ ഇവരെ കുട്ടികളൊക്കെ ഗ്രീനിലാണ് തെളിഞ്ഞിരിക്കുന്നത്. നല്ലൊരു മോളാണ്, മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
മോള് വന്ന് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ പിന്നെ ഒരു ചെക്കൻ്റെ ടീമൊക്കെ വരുന്നുണ്ട്. അവരും കൂടി വന്നപ്പം പിന്നെ ഒരു വലിയൊരു കല്യാണം തന്നെ കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു എൻട്രി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ വരുന്നതൊക്കെ ഒരുപാട് ആൾക്കൊണ്ട് നിറഞ്ഞ്. പിന്നെ ഇവർ വിളിച്ച ആൾക്കാരും ഉണ്ടാവുമല്ലോ, പിന്നെ ചെക്കൻ്റെ കൂടെ വന്ന ടീമും അങ്ങനെയെല്ലാമായിട്ട് നിറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ബീഫ് ബിരിയാണി ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കെന്തോ ഒരു ഇഷ്ടമായില്ല. ഫുഡിനെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷേ എനിക്കെന്തോ ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു ചുവ ഉണ്ടല്ലോ, ഒരു നല്ല നെയ്യ് എന്നൊക്കെ പറയില്ലേ, പശു നെയ്യിനൊക്കെ, അതിൻ്റെ ചുവ ഉണ്ടോ എന്തോ എനിക്ക് സ്മെല്ലായപ്പോൾ എനിക്ക് വലിയൊരു ലൈക്കായില്ല. എന്തായാലും ഇവിടെ മഹർ ഒക്കെ കെട്ടുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫോട്ടോഷൂട്ടും ഒരു ഫാമിലിയൊക്കെ ആയിട്ടുള്ള അതൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും നമ്മളതായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും മക്കളൊക്കെ ആയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടോ. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ നമ്മളെ ഉപ്പൻ്റെ പെങ്ങളെ വീടാണിത്. അവിടെ നിന്ന് അമ്മായിനെ വന്നിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അവിടെ നിന്ന് അമ്മായിനെ കണ്ടു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കോഴിക്കോടേക്ക് പുറപ്പെടാം കേട്ടോ. ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ 10ാം വളവിൻ്റെ അവിടെ എത്തി. നല്ല കോടയും പിന്നെ അതുപോലെ മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കാറ് നിർത്തിയില്ല. എന്തായാലും ഇനി അധികം നേരം വൈകിയാലും ബ്ലോക്കൊക്കെ ആവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.